കപ്പൽ കടലിൻ്റെ രാജാവായി മഹാസമുദ്രങ്ങളെ കീഴടക്കാൻ ഒരുങ്ങുന്ന ഒരു ലോഹനിർമ്മിത മഹാസൃഷ്ടി. ഇവയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വലിയ കപ്പലുകളെല്ലാം എങ്ങനെയാണ് പിറവിയെടുക്കുന്നത് എന്ന്? നൂറുകണക്കിന് ടൺ ഭാരം വഹിക്കുന്ന ലോഹപാളികൾ, കോടിക്കണക്കിന് കമ്പോണന്റുകൾ, ശതകോടി രൂപയുടെ സാങ്കേതിക വിദ്യ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ഡിസൈൻ, മനുഷ്യൻ്റെ കഠിനാധ്വാനം, ആസൂത്രണം, ഇവയെല്ലാം ഒത്തുചേർന്ന് മനുഷ്യൻ സമുദ്രത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഓരോ കപ്പലുകളും. ഇന്ന് നമ്മൾ ഈ അത്ഭുതങ്ങളുടെ വ്യാവസായിക ലോകത്തേക്ക് പോവുകയാണ്. കടലിലൂടെ സഞ്ചരിക്കുന്ന ഈ മഹാസൃഷ്ടിയുടെ ജനനം മുതൽ അതിൻ്റെ ആദ്യത്തെ കടൽ യാത്രയുടെ തുടക്കം വരെ നമ്മൾ കാണാൻ പോവുകയാണ്. വിശ്രമവും ആഡംബരവും സാഹസികതയും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുന്ന കപ്പലുകളെയാണ് ക്രൂയിസ് ഷിപ്പുകൾ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് ആണ്. 2,50,800 ക്രോസ് ടൺ ഭാരവും 1,198 അടി നീളവും 7,600-ലും അധികം യാത്രക്കാരെ കയറ്റാൻ ശേഷിയുള്ളതുമായ അത്ഭുതകരമായ ഒരു കപ്പൽ. റോയൽ കരീബിയൻ എന്ന കമ്പനിയാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡുകളിൽ ഒന്നായ ഫിൻലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മെയർ തുർക്കു എന്ന ഷിപ്പ്യാർഡിലാണ് ഈ കപ്പൽ നിർമ്മിക്കപ്പെട്ടത്. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യ സൃഷ്ടിയായ ഈ അത്ഭുതകരമായ കപ്പലുകളെല്ലാം പിറവിയെടുക്കുന്നത് ഒരു ചെറിയ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ്. വിവിധ പ്രൊഫഷണലുകളുടെ സഹായത്തോടെ നേവൽ ആർക്കിടെക്ചേഴ്സ്, മറൈൻ എഞ്ചിനീയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യം കപ്പലിൻ്റെ ഡിസൈൻ ആരംഭിക്കും. ഡിസൈൻ ചെയ്ത ശേഷം ആ ഡിസൈൻ പ്രകാരം വലിയ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ലോകത്തകിട് കയ്യിലെടുക്കുന്നത് മുതൽ കപ്പൽ കടലിലിറക്കുന്ന ആ നിമിഷം വരെ ഏകദേശം 1.5 വർഷത്തോളം സമയം വേണ്ടിവരും ഒരു കപ്പൽ നിർമ്മാണത്തിന്. നമുക്ക് ഷിപ്പ്യാർഡിൻ്റെ ഉള്ളിലേക്ക് പോയി അത്യാഡംബരമായ ഈ കപ്പലുകളെല്ലാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നേരിട്ട് കാണാം. ആദ്യം നമ്മൾ കാണുന്നത് കപ്പലിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നതാണ്. ഇത്ര ഭീകര വലിപ്പമുള്ള കപ്പലിനെ സമുദ്രത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നത് അതിശക്തമായ എഞ്ചിനുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പായ ഐക്കൺ ഓഫ് ദ സീസ് എന്ന കപ്പലിൻ്റെ ഉള്ളിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലും ഡിസ്റ്റിൽഡ് ഫ്യൂവലിലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന 6 മൾട്ടി ഫ്യൂവൽ വോൾട്സ്ലി എഞ്ചിനുകളാണ് ഉള്ളത്. ഈ എഞ്ചിനുകൾ മൊത്തം 67,500 കിലോ വാട്ട് അഥവാ 90,520 HP വൈദ്യുതിയോളം ഉൽപ്പാദിപ്പിക്കും. സാധാരണ ഒരു കപ്പലിൻ്റെ എഞ്ചിൻ്റെ വലിപ്പം എന്നത് 2 നില കെട്ടിടത്തിൻ്റെ അത്രത്തോളം വരും. ആഡംബര കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന എഞ്ചിന് ഏകദേശം 30,000 HP-യിലും കൂടുതൽ ശക്തിയുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങളെക്കാൾ എത്ര മടങ്ങ് പവർ കൂടുതലാണല്ലേ. കപ്പലിൻ്റെ ഏറ്റവും താഴെയുള്ള ഡെക്കിലാണ് എഞ്ചിൻ റൂം. അവിടെയാണ് ഈ വലിയ എഞ്ചിൻ സ്ഥാപിക്കുന്നത്. കപ്പലിൻ്റെ പ്രൊപ്പല്ലറും അതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. കപ്പലുകളിൽ കൂടുതലും പ്രകൃതിവാതകമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇന്ധനം സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഒരുപാട് വലിപ്പമുള്ള ടാങ്കുകളും സ്ഥാപിക്കും. എഞ്ചിനും പ്രധാനപ്പെട്ട അനുബന്ധ പാർട്സുകളും നിർമ്മിച്ച് ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് അസംബ്ലി ചെയ്ത ശേഷം ഇവ മെയിൻ അസംബ്ലി നടത്തുന്ന ലൈനിലേക്ക് കടൽ മാർഗം കൊണ്ടുവരും. അങ്ങനെ കടൽ മാർഗം സഞ്ചരിച്ച് പ്രധാനപ്പെട്ട അസംബ്ലി ലൈനിൽ എത്തിയ ശേഷം ഇവയുടെ അടിയിലുള്ള വെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കും. ഇതേ സമയത്ത് തന്നെ പല ബ്ലോക്കുകളായി കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടാകും. അതായത് ആദ്യം വലിയ ഇരുമ്പ് ഷീറ്റുകൾ വെൽഡ് ചെയ്ത് പല പരിശോധനകളിലൂടെയും അതിൻ്റെ സ്ട്രെങ്ത് ഉറപ്പുവരുത്തി കപ്പലിൻ്റെ അടിഭാഗം നിർമ്മിക്കും. കപ്പലിൻ്റെ അടിഭാഗം എന്ന ഈ ഭീമൻ നിർമ്മിതി ഒരുമിച്ച് ചെയ്യുന്നതല്ല. പല ഭാഗങ്ങളായി നിർമ്മിച്ച ശേഷം അവസാനം ഓരോന്നും കൂട്ടിച്ചേർത്ത് കപ്പലിൻ്റെ അടിഭാഗമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബേസിന് മുകളിലേക്ക് കപ്പലിൻ്റെ ഡെക്കുകൾ ഓരോന്നായി കെട്ടിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. അതിനായി മറ്റു പലയിടങ്ങളിലുമായി മൊഡ്യുലർ ഡിസൈൻ പോലെ പല ബ്ലോക്കുകളായി നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഈ ഡെക്കുകൾ അവസാനം മെയിൻ അസംബ്ലി ലൈനിൽ കൊണ്ടുവരികയും ഇവയെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നത് ഏകദേശം 20 ബ്ലോക്കുകൾ വരെയാണ്. ഇവയിൽ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് നമ്മൾ തൊട്ട് മുൻപ് കണ്ട എൻജിൻ അടക്കമുള്ള പ്രധാന ഭാഗങ്ങളടങ്ങുന്ന അസംബ്ലി സ്ഥാപിക്കുന്നത്. അതിനു മുകളിലാണ് മറ്റെല്ലാ ഡെക്കുകളും വരുന്നത്.
നേരത്തെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന എല്ലാ സബ് അസംബ്ലി പീസുകളും ഒരുമിച്ച് ചേർത്ത് ഫൈനൽ അസംബ്ലിയാക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് ക്യാബിനുകളും സ്വിമ്മിംഗ് പൂളും ഗ്രൗണ്ടും കിച്ചണും പാർലറും ഷോപ്പിംഗ് കോംപ്ലക്സും എന്നു വേണ്ട സകലതും നിർമ്മിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രൂയിസ് ഷിപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ ഭാഗത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഡ്രൈ ഡോക്കിലേക്ക് വെള്ളം കയറ്റി ഈ സെക്ഷനെ മറ്റൊരു സ്റ്റോറേജ് ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ കപ്പലിൻ്റെ മറ്റൊരു ഭാഗം നിർമ്മിക്കുന്നതിനു വേണ്ടി മറ്റൊരു ബ്ലോക്ക് അകത്ത് കയറ്റുകയും ഇതുപോലെ തന്നെ അതിനു മുകളിലും ആഡംബര ഡെക്കുകൾ ഓരോന്നായി നിർമ്മിക്കുകയും ചെയ്യും. ഈ സെക്ഷൻ്റെ നിർമ്മാണവും പൂർത്തിയായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ നിർമ്മിച്ച് പൂർത്തിയാക്കി മറ്റൊരിടത്ത് സൂക്ഷിച്ചിരിക്കുന്ന സെക്ഷനെ വീണ്ടും അകത്ത് കയറ്റും. അതിനുശേഷം ഇത് രണ്ടും പരസ്പരം യോജിപ്പിക്കും. അങ്ങനെ കപ്പലിൻ്റെ മധ്യഭാഗം പൂർണ്ണമായും നിർമ്മിച്ചു കഴിയും. ഇനിയും മുൻവശവും പിൻവശവും നിർമ്മിക്കാൻ ആരംഭിക്കും. ആദ്യം കപ്പലിൻ്റെ മുൻവശമാണ് നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി ബ്ലോക്കുകൾ കൂട്ടി യോജിപ്പിക്കുകയും അവയ്ക്ക് മുകളിൽ ഡെക്കുകൾ ഓരോന്നായി സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ മുൻവശത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. അതിനുശേഷം പിൻവശത്തിൻ്റെ പണി തുടങ്ങും. പിൻവശത്തും ഡെക്കുകളെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞ് അവസാനം പ്രൊപ്പല്ലറുള്ള ബ്ലോക്ക് കപ്പലുമായി കൂട്ടിച്ചേർക്കും. ഏറ്റവും പുറകിലാണ് പ്രൊപ്പല്ലർ വരുന്നത്. 2 ആൾ പൊക്കവും 100 ടണ്ണിലുമധികം ഭാരവുമുണ്ട് ഈ പ്രൊപ്പല്ലറുകൾക്ക്. ഇത്ര വലിയ പ്രൊപ്പല്ലറുകൾ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തി കപ്പലിൻ്റെ പിന്നിലേക്ക് എഞ്ചിനിൽ നിന്നും വരുന്ന ഷാഫ്റ്റിലേക്കാണ് ഘടിപ്പിക്കുക. ഇതേസമയം കപ്പലിൻ്റെ അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ക്യാബിനുകളും മറ്റും. ഏറ്റവും അവസാനമായി കൺട്രോൾ യൂണിറ്റാണ് പിടിപ്പിക്കുന്നത്. അതായത് ക്യാപ്റ്റൻ ഇരുന്ന് കപ്പലിനെ നിയന്ത്രിക്കുന്ന യൂണിറ്റ്. ഇപ്പോൾ കപ്പലിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി കപ്പലിനെ മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കുകളാണ് നടക്കുക. കപ്പലിൻ്റെ ഓരോ മുറിയും നല്ലതുപോലെ ഫർണിഷ് ചെയ്യും. അതിനുവേണ്ട എല്ലാ വസ്തുക്കളും പുറത്തു വെച്ച് തന്നെ നിർമ്മിച്ച് കപ്പലിൽ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ കപ്പലിനെ അത്യാഡംബരമാക്കി മാറ്റും. ഇനി ബാക്കിയുള്ളത് കപ്പലിൻ്റെ പെയിൻറ്റിങ് മാത്രമാണ്. ഇതത്ര എളുപ്പത്തിൽ തീരുന്ന ഒരു പ്രക്രിയയല്ല. ഒരുപാട് സമയമെടുത്താണ് പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്തു തീർക്കുന്നത്. പെയിൻറ്റിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ആഡംബര കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. ഇനി ഡ്രൈ ഡോക്കിൽ വെള്ളം കയറ്റി കപ്പൽ ആദ്യമായി കടലിലേക്ക് ഇറക്കും. പിന്നീട് ആയിരക്കണക്കിന് യാത്രക്കാരുമായി അത്യാഡംബരപൂർവ്വം ലോകം മുഴുവൻ സഞ്ചരിക്കും. 1198 അടി നീളവും 2,50,800 ക്രോസ് ടൺ ഭാരവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 20 ഡെക്കുകൾ, 7 നീന്തൽ കുളങ്ങൾ, 6 വാട്ടർ സ്ലെഡുകൾ, 7600-ലും അധികം യാത്രക്കാർ, അക്വാഡോം, സെൻട്രൽ പാർക്ക്, ചിൽ ഐലൻഡ്, ഹൈഡവേ, റോയൽ പ്രൊമനേഡ്സ്, സർഫ് സൈഡ്, സ്യൂട്ട്, ത്രിൽ ഐലൻഡ് എന്നിവ ഉൾപ്പെടെ ധാരാളം തീം നെയ്ബർഹുഡുകളുമുണ്ട്. 6 വാട്ടർ സ്ലൈഡുകൾ, 7 നീന്തൽ കുളങ്ങൾ, 9 കൂൾ പൂളുകൾ, ഒരു തിയേറ്റർ, ഒരു ഐസ് റിങ്ക്, ഒരു സിനിമാ തിയേറ്റർ എന്നിവ ഉൾപ്പെടെ വിവിധ വിനോദവേദികൾ എന്നിവ ഈ കപ്പലിനുള്ളിലുണ്ട്. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളും ഡൈനിങ് അനുഭവങ്ങളും വാഗ്ദാനം ചെയ്യുന്ന 22 വ്യത്യസ്ത റെസ്റ്റോറൻറ്റുകളുമുണ്ട്. 17 മീറ്റർ ഉയരവും 57 മീറ്റർ വീതിയുമുള്ള അക്വാഡോമാണ് കപ്പലിൻ്റെ പുറംഭാഗത്തെ പ്രധാന സവിശേഷത. കൂടാതെ ആഴത്തിലുള്ളൊരു നീന്തൽ കുളമുണ്ട്. 10 മീറ്റർ സൈഡ് പ്ലാറ്റ്ഫോമും ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഒരു വലിയ പ്രദേശം തന്നെ കപ്പലിനുള്ളിലുണ്ട്. ആഡംബര കപ്പലുകൾ അത്ഭുത ലോകം തന്നെയാണല്ലേ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.